അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷവും ഇത് കൈവശം വെക്കുകയും അനധികൃതമായിട്ട് കൃഷിദേഹങ്ങൾ ഇറക്കി സ്വന്തം പോലെ ഉപയോഗിക്കുകയും ചെയ്തു വന്നതാണ്. ഇവർക്ക് പലപ്പോഴും നമ്മൾ എവിക്ഷൻ നോട്ടീസ് കൊടുത്തെങ്കിലും എവിക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചെങ്കിലും അന്നെല്ലാം ഓരോ കാരണങ്ങളും കോടതി കേസുകളും ഒക്കെ ആയിട്ട് ഇവർ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഹൈറേഞ്ചിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇത് ചെയ്യേണ്ടി വന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് യാർഡും മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റിംഗ് സെൻറ്ററിനും വേണ്ടിയിട്ട് നമ്മൾ 3 ഏക്കർ സ്ഥലം RTO ഇടുക്കിക്ക് കൊടുത്തിരുന്നു. അവർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഈ 31-നകം യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് ലാപ്സായി പോകും. അർജൻറ്റായിട്ട് അവർക്ക് ഒന്നെങ്കിൽ വേറെ സ്ഥലം കൊടുക്കണം, അല്ലെങ്കിൽ ഈ സ്ഥലം തന്നെ അവർക്ക് എവിക്റ്റ് ചെയ്തിട്ട് കൊടുക്കണമെന്ന് എനിക്ക് റൈറ്റിങ്ങിൽ റിക്വസ്റ്റ് തരികയും ഞാൻ അതിൻ്റെ കേസും കാര്യങ്ങളും നിയമവശങ്ങളും എല്ലാം പഠിച്ച ശേഷം തീർച്ചയായിട്ടും അത് എവിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് എന്ന് കണ്ട് പോലീസിനെയും റവന്യൂ അധികാരികളെയും എല്ലാവരുടെയും സമ്മതത്തോടും അനുവാദത്തോടും കൂടി തന്നെ നിയമപരമായിട്ട് ഉള്ള എവിക്ഷൻ പ്രൊസീഡിങ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സം നിൽക്കുന്ന ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു തുടർ നടപടിയായിട്ട് സ്വീകരിക്കുകയും ഒഴിപ്പിക്കുകയും എല്ലാ കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ച് ഗവൺമെൻറ്റിൻ്റെ ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഈ ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള അവസരം തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ഇത് ഒരു കുടി ഒഴിപ്പിക്കലല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു കുടിയേറ്റം ഒഴിപ്പിക്കലാണ്. ഇപ്പോൾ ഈ കാണുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥലമാണ്. ഒരു സർക്കാർ ക്വാർട്ടേഴ്സ് ഇറക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ജീവനക്കാരനായിരുന്നു. അയാൾ റിട്ടയർ ചെയ്തു പോലീസിൽ നിന്ന്. റിട്ടയർ ചെയ്തിട്ട് അയാൾ വാടക കൊടുക്കാതെ അയാളുടെ സ്ഥലമാണെന്നും പറഞ്ഞ് അയാളുടെ കൈവശം വെച്ചത് ഇതിപ്പം നമ്മുടെ RTOയ്ക്ക് ടെസ്റ്റ് യാർഡിന് കൊടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ പണി തുടങ്ങിയില്ലെങ്കിൽ ഈ 5 കോടി രൂപ അനുവദിച്ചിട്ടുള്ള പൈസ ലാപ്സായി പോവുകയാണ് ഈ ജനുവരിയിൽ. അപ്പോൾ നാളെ ഇത് ക്ലിയർ ചെയ്ത് നാളത്തെ കഴിഞ്ഞ് രാവിലെ ഈ സ്ഥലം അവരെ ഏൽപ്പിക്കും. തിങ്കളാഴ്ച മുതൽ തന്നെ അവരുടെ ജോലി ഇവിടെ തുടങ്ങും.